ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 800120. നീ ഇങ്ങനെ കരഞ്ഞു തളർന്നു നിന്നിട്ട് എന്താ കാര്യം? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ജീവിതത്തിൽ ആദ്യമായിട്ടാ എന്റെ മോന്റെ ദേഹത്ത് ഇങ്ങനെ ഒരു കളങ്കം വന്ന് വീഴുന്നത്. സ്ത്രീകളോടുള്ള അവന്റെ ബഹുമാനം എത്ര വലുതാണെന്ന് നിനക്കും അറിഞ്ഞൂടെ? വായനയും എഴുത്തും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കലും അങ്ങനെയൊക്കെ കഴിഞ്ഞ അവനെ കുറിച്ച് എന്തൊക്കെയാ ഓരോരുത്തർ എഴുതി വിടുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അവൻ ചെന്ന് തല വയ്ക്കണ്ടായിരുന്നു. എല്ലാവർക്കും വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് അവസാനം സ്വന്തം പേരില്ലാതെയായി. പാവം എന്റെ മോൻ. ചന്ദ്രമതിയുടെ സഹോദരൻ ത്യാഗരാജൻ തന്നെ ഇതിന്റെ പിറകിൽ. പണ്ടേ അവന് വാശിയുണ്ടല്ലോ ഗിരിയോട്. ആ പക തീർത്തത് തന്നെയാ. ചന്ദ്രമതിയെ കാണാൻ ഇവൻ എന്തിനാ പോയത്? ആവശ്യമുള്ളവർ ചെന്ന് കണ്ടുപിടിക്കണമായിരുന്നു. ഈ അപമാനം ജീവിതകാലം മുഴുവൻ ചുമക്കണമല്ലോ അവൻ. എല്ലാരും കൂടി അവനെ പറഞ്ഞു വെച്ചിട്ടിപ്പോ. അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ. ഗിരി സ്വന്തം മനസ്സല്ല പോയതല്ലേ. അമ്മയെ കൂടെ കുറ്റപ്പെടുത്തിയ പിന്നെ ഞാൻ തളർന്നു പോവും. മോളെ, ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. പക്ഷെ ചില പിടിപ്പുകേടുകൾ നിങ്ങളുടെ ഭാഗത്തുണ്ട്. പറയേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് തുറന്നു പറഞ്ഞില്ല. തനുജയുടെ അമ്മയുടെ അച്ഛന്റെ കാര്യം തക്ക സമയത്ത് എല്ലാരും അറിയിച്ചിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവുമായിരുന്നില്ല. എന്റെ മോൻ ഇങ്ങനൊരു അവസ്ഥ വരുമായിരുന്നില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ മോൻ ഇങ്ങനെയാ വിധി കിടക്കുന്നത്. മോൾ ഇനി കരയണ്ട. ചന്ദ്രമതി പരാതി കൊടുത്തു എന്നാ CI പറയുന്നത്. അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ, മാഡം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇത് ത്യാഗരാജന്റെ കള്ളപ്പരാതി തന്നെ. ചന്ദ്രമതി ഫോണിൽ വിളിച്ചു പറഞ്ഞുവെന്നും പിന്നീട് നേരിട്ടെത്തി പരാതി കൊടുക്കുമെന്നും CI പറയുന്നത്. അതിനൊരു സാധ്യതയില്ല മാഡം. ഇയാള് ത്യാഗരാജന്റെ ആളാ. അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശിന് നന്ദി കാണിക്കണമല്ലോ. ഞാൻ തേവക്കട്ടയ്ക്ക് പോവാ. ഏയ് വേണ്ട, അത് കൂടുതൽ കുഴപ്പമാവേ ഉള്ളൂ. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. വേണ്ട, ചന്ദ്രമതി എനിക്ക് നേരിട്ട് കാണണം. നടന്നതൊക്കെ എനിക്കറിയണം. പ്ലീസ് മാഡം, അബദ്ധം കാണിക്കല്ലേ. അറിഞ്ഞുകൊണ്ട് ആപത്തിലേക്ക് പോകരുത്. എന്തായാലും പരാതി എഴുതി കൊടുത്ത ശേഷമല്ലേ ഇവിടെ നടപടി ഉണ്ടാവൂ. ആദ്യം പരാതി കൊടുക്കട്ടെ, അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കട്ടെ. അപ്പം കാര്യങ്ങൾ അവതരിപ്പിക്കാം. എന്തായാലും മാഡം ഒറ്റയ്ക്ക് തേവക്കാട്ട് പോകണ്ട. ഇല്ല ഗിരീഷേ, ഗിരീഷിനെ പോലൊരു നല്ല മനുഷ്യനെ കൊടുക്കാൻ അവളും എങ്ങനെ കൂട്ടുനിന്നു എന്ന് എനിക്കറിയണം. എനിക്ക് ചന്ദ്രമതിയെ കണ്ടേ പറ്റൂ. സർ, എനിക്ക് കേസിന്റെ വസ്തുതകൾ അറിയാൻ ചന്ദ്രമതിയെ ഒന്ന് കാണണം. അതിനിപ്പോ ഞാനെന്ത് വേണം? നിങ്ങൾ ചെന്ന് കാണുകയോ കാണാതിരിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഒറ്റയ്ക്ക് പോയാൽ അവിടെ വീണ്ടും ചതി നടക്കുമെന്ന് ഉറപ്പാ. ഇവിടുത്തെ ഒരു പോലീസിനെ കൂടെ അയക്കണം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.